മൊഡ്യൂൾ 6 ഇതിൽ 2 ടോപ്പിക്കാണ് മെയിൻലി നിങ്ങൾക്ക് പഠിക്കാനുള്ളത്. ഒന്ന് സ്റ്റാൻഡേർഡ്സ് ഫോർ വാട്ടർ, എയർ ആൻഡ് നോയിസ് ക്വാളിറ്റി ആൻഡ് എൻവയോൺമെന്റൽ മാനേജ്മെന്റ് പ്ലാൻ. ഇതിൽ വാട്ടർ, എയർ ആൻഡ് നോയിസിന്റെ സ്റ്റാൻഡേർഡ്സിനെ പറ്റി നമ്മൾ ഇടയ്ക്ക് കുറച്ച് പഠിച്ചിട്ടുണ്ടായിരുന്നു ഓരോ മൊഡ്യൂൾസിലായിട്ട്. അപ്പോൾ അതിന്റെ വാല്യൂസ് ഒക്കെ എന്തൊക്കെയാണെന്നുള്ളത് ഈ ഒരു മൊഡ്യൂളിൽ പഠിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ആദ്യം തന്നെ സ്റ്റാൻഡേർഡ്സ് ഫോർ വാട്ടർ, എയർ ആൻഡ് നോയിസ് ക്വാളിറ്റി നോക്കാം. ഇപ്പൊ നമ്മൾ ആദ്യത്തെ മൊഡ്യൂളിൽ EIA പറ്റി ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചതാണ്. ഇന്ത്യയിൽ എൻവയോൺമെന്റ് ഇമ്പാക്ട് അസസ്മെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ അത് പ്രാവർത്തികമാക്കാൻ വേണ്ടിയിട്ട് മിനിസ്ട്രി ഓഫ് എൻവയോൺമെന്റ്, ഫോറസ്റ്റ് ആൻഡ് ക്ലൈമറ്റ് ചേഞ്ച് ഒരു വലിയ റോള് തന്നെ വഹിക്കുന്നുണ്ട്. അപ്പൊ അതിനു വേണ്ടിയിട്ട് പ്രവർത്തിക്കുന്ന ദി മെയിൻ ലോസ് ആൻഡ് ആക്ഷൻ എന്ന് പറയുന്നത് ഇവയൊക്കെയാണ്: വാട്ടർ ആക്ട്, ഇന്ത്യൻ വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ആക്ട്, എയർ പ്രിവെൻഷൻ ആൻഡ് കൺട്രോൾ ഓഫ് പൊല്യൂഷൻ ആക്ട്, പിന്നെ എൻവയോൺമെന്റ് ആക്ട്, അതുപോലെ ബയോളജിക്കൽ ഡൈവേഴ്സിറ്റി ആക്ട്. അപ്പൊ ഇതിന്റെയൊക്കെ ഒരു റെസ്പോൺസിബിൾ ബോഡി എന്ന് പറയുന്നത് ആരാണ്? സെൻട്രൽ പൊല്യൂഷൻ കൺട്രോൾ ബോർഡാണ്. അപ്പൊ ഈ EIAയുടെ സ്റ്റഡീസ് ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് ഏറ്റവും പ്രധാനമായിട്ട് നമുക്ക് കുറെ ഡേറ്റ വേണം. ആ ഡേറ്റാസ് ഒക്കെ വെച്ച് അനലൈസ് ചെയ്തിട്ടാണ് നമ്മൾ ഫൈനൽ EIA സ്റ്റേറ്റ്മെന്റിലോട്ട് എത്തുന്നത്. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമുക്ക് പ്രൈമറി ആസ് വെൽ ആസ് സെക്കൻഡറി എൻവയോൺമെന്റൽ ഡേറ്റ അത്യാവശ്യമാണ്. ഇനി എന്തൊക്കെയാണ് പ്രൈമറി ആൻഡ് സെക്കൻഡറി ഡേറ്റ എന്ന് നോക്കാം. പ്രൈമറി ഡേറ്റ എന്ന് പറയുമ്പോൾ ഫീൽഡിൽ തന്നെ കളക്ട് ചെയ്തെടുക്കുന്ന ഡേറ്റ, ലൈക്ക് എയർ ക്വാളിറ്റിയുടെ ഡേറ്റ, വാട്ടർ ക്വാളിറ്റി ഡേറ്റ, ഇവയൊക്കെയാണ്. രണ്ടാമത്തത് സെക്കൻഡറി ഡേറ്റ ആണ്. സെക്കൻഡറി ഡേറ്റ എന്ന് പറയുമ്പോൾ ഒരുപാട് വർഷങ്ങളുടെ ഡേറ്റ സേവ് ചെയ്ത് വെച്ച് കളക്ട് ചെയ്ത് ആവറേജ് വാല്യൂ എന്തെങ്കിലും കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നതായിരിക്കും. അപ്പൊ അതിൽ നിന്ന് ഇപ്പൊ നമ്മൾ എടുക്കാൻ പോകുന്ന EIA പഠിക്കാൻ പോകുന്ന ആ ഒരു പർട്ടിക്കുലർ ഏരിയ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഏരിയ പറ്റിയുള്ള ഒരു സ്റ്റഡിക്ക് അല്ലെങ്കിൽ അവിടുത്തെ എൻവയോൺമെന്റൽ സിനേരിയോ എന്തുവാണ് എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഡേറ്റയാണ് ഈ സെക്കൻഡറി ഡേറ്റ എന്ന് പറയുന്നത്. പ്രൈമറി ഡേറ്റ ആ സമയത്ത് ആ ഒരു പർട്ടിക്കുലർ ഏരിയയിലുള്ള എയർ ക്വാളിറ്റിയുടെ ഡേറ്റ എന്ത്, വാട്ടർ ക്വാളിറ്റിയുടെ ഡേറ്റ എന്ത്, അല്ലെങ്കിൽ നോയിസിന്റെ ഡേറ്റ എന്ത്, ഇതൊക്കെയാണ് പ്രൈമറി ഡേറ്റ എന്ന് പറയുന്നത്. അപ്പൊ ആ വ്യത്യാസം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. അപ്പൊ ആ ഒരു ഏരിയയെ പറ്റി നമ്മൾക്ക് കംപ്ലീറ്റ് ആയിട്ട് ഒരു ഐഡിയ കിട്ടണമെന്നുണ്ടെങ്കിൽ പ്രൈമറി ഏരിയയുടെ ഒപ്പം തന്നെ ആ സെക്കൻഡറി ഏരിയയും മസ്റ്റായിട്ട് അണ്ടർസ്റ്റാൻഡ് ചെയ്യേണ്ട ഒരു ഫാക്ടർ തന്നെയാണ്. ഇപ്പൊ ചിലയിടങ്ങളിലെ പഠനങ്ങൾക്ക് വേണ്ടിയിട്ട് പ്രൈമറി ഡേറ്റയെ കാട്ടി കൂടുതൽ നമ്മൾ പ്രിഫറൻസ് കൊടുക്കുന്നത് സെക്കൻഡറി ഡേറ്റ തന്നെയാണ്. നേരത്തെ ആ ഏരിയ എങ്ങനെയായിരുന്നു, അവിടുത്തെ ഒരു സ്ഥിതി എങ്ങനെയായിരുന്നു എന്നുള്ളതിനെ പറ്റി പഠിക്കാനായിട്ട് കൂടുതൽ പെർസെൻറ്റേജ്, ഇപ്പോൾ ഒരു 80% നമ്മൾ വേണമെങ്കിൽ സെക്കൻഡറി ഡേറ്റ ഡിപ്പെൻഡ് ചെയ്യുന്ന കേസസും ഉണ്ട്. അതുപോലെ തന്നെ നിങ്ങൾക്കറിയാം, എൻവയോൺമെന്റ് എന്ന് പറയുന്ന ഒരു മൾട്ടി ഡിസിപ്ലിനറി സബ്ജക്റ്റ് ആണ്, അല്ലേ? അപ്പോൾ ഒരു പർട്ടിക്കുലർ ഏരിയയുടെ എൻവയോൺമെന്റ് ഡേറ്റ കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഒന്നിൽ കൂടുതൽ ഏജൻസീസ് ഒരുമിച്ച് വർക്ക് ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് അവിടുത്തെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് കിട്ടത്തുള്ളൂ. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ എയർ ക്വാളിറ്റിയുടെ ഡേറ്റ, അതേപോലെ വാട്ടർ ക്വാളിറ്റിയുടെ ഡേറ്റ ചെക്ക് ചെയ്യുന്നവർ വാട്ടർ അതോറിറ്റിക്കാരായിരിക്കും. എയർ ക്വാളിറ്റി ഡിഫറെൻ്റ് ആയിരിക്കും. നോയിസിൻ്റെ ആണെങ്കിൽ മറ്റൊരു കൂട്ടരായിരിക്കും, ഏജൻസി ആയിരിക്കും അത് വർക്ക് ചെയ്യുന്നത്. അങ്ങനെ ഓരോ കാര്യങ്ങളും. അപ്പോൾ ഇതെല്ലാം കൂടി കിട്ടിയെങ്കിൽ മാത്രമേ നമുക്ക് ആ എൻവയോൺമെന്റ് ഇമ്പാക്ട് അസസ്മെന്റ് ചെയ്യാനായിട്ട് സാധിക്കത്തുള്ളൂ. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് ഈ എല്ലാ ഏജൻസീസിൽ നിന്നും ഡേറ്റ കിട്ടി അത് സാങ്ഷൻ ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് ആ ഒരു ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് നമ്മുടെ കയ്യിലോട്ട് കിട്ടത്തുള്ളൂ. അപ്പൊ ശരിക്കും ഇങ്ങനെ ഒരു കാര്യം ചെയ്യാന്ന് പറയുന്നത് ഇറ്റ്സ് എ ടീഡിയസ് ജോബ്, ഒത്തിരി ടൈം കൺസ്യൂമിങ് ആണ്. ആൻഡ് ഈ ഡേറ്റാസ് ഒക്കെ കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുപാട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരുപാട് സ്ഥാപനങ്ങൾ ഒരുമിച്ച് പ്രവർത്തിക്കുന്നുണ്ട്. ഏജൻസീസ്, കൺസൾട്ടൻസ് ആവട്ടെ, NGOs, നോൺ ഗവൺമെന്റൽ ഓർഗനൈസേഷൻസ് ആവട്ടെ, സ്റ്റേക്ക് ഹോൾഡേഴ്സ് ആവട്ടെ, ഇവരെല്ലാം ഒരുമിച്ച് നിന്നെങ്കിൽ മാത്രമേ ഈ ഒരു കാര്യം അല്ലെങ്കിൽ ക്ലിയറൻസ് റിപ്പോർട്ട് നമുക്ക് കിട്ടുകയുള്ളൂ. അപ്പൊ ഈ ഡേറ്റ ഒക്കെ കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളൊരു EIC ഫോം ചെയ്യുന്നുണ്ട്, അതായത് എൻവയോൺമെന്റൽ ഇൻഫർമേഷൻ സെന്റർ. ഇവര് ഈ കിട്ടുന്ന ഡേറ്റ എല്ലാം കൂടെ ഒരു GIS ഫോമാറ്റിലായിരിക്കും അവർ സേവ് ചെയ്ത് ഈ ഡേറ്റ സൂക്ഷിക്കുന്നത്. ആൻഡ് ഇത് എല്ലാ എൻവയോൺമെന്റൽ ഇമ്പാക്ട് അസസ്മെന്റ് സ്റ്റഡീസിനും വേണ്ടിയിട്ട് ഉപകരിക്കുന്ന രീതിയിൽ അവൈലബിൾ ആവുന്ന പോലെ തന്നെ ഇവര് സേവ് ചെയ്ത് വെക്കുന്നു. അപ്പോൾ ഇതിന്റെ സ്റ്റേക്ക് ഹോൾഡേഴ്സിനൊക്കെ അത് വേണ്ടുന്ന കാര്യങ്ങൾ എടുത്ത് അതിനെപ്പറ്റി കൂടുതലായിട്ട് പഠിച്ച് അതിന്റെ ടൈംലി സൊല്യൂഷൻസ് അല്ലെങ്കിൽ റെമഡി മെഷേഴ്സ് എന്തൊക്കെയാണെന്ന് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഇങ്ങനെ കളക്ട് ചെയ്യുന്ന ഡേറ്റ ഈ മിനിസ്ട്രിയുടെ ഗൈഡ് ലൈൻസിൽ ഇപ്പോൾ വാട്ടറിനും നോയിസിനും എയറിനും ഒക്കെ എത്ര സ്റ്റാൻഡേർഡ് വേണം, എത്ര ക്വാളിറ്റി സ്റ്റാൻഡേർഡ് വേണം എന്നുള്ളത് അവർ കറക്റ്റായിട്ട് നോട്ട് ചെയ്ത് സേവ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. അപ്പൊ ഈ ഒരു പോർഷനിൽ നമ്മൾ മെയിൻലി പഠിക്കേണ്ടത് ഇതിന്റെയൊക്കെ സ്റ്റാൻഡേർഡ് വാല്യൂസ് ആണ്. അത് ഓരോ ടാബ്ലർ കോളമായിട്ടാണ് നമുക്ക് തരുന്നത്. അപ്പൊ അത് കറക്റ്റായിട്ട് പഠിച്ചു വെക്കേണ്ട വാല്യൂസ് ആണ്. ഇപ്പൊ ഇത് നോക്കി, ഈ ഒരു ടാബ്ലർ കോളത്തിനകത്ത് ഇന്ത്യൻ സ്റ്റാൻഡേർഡ് സ്പെസിഫിക്കേഷൻ ഫോർ ഡ്രിങ്കിങ് വാട്ടർ ആണ് കൊടുത്തിരിക്കുന്നത്. അപ്പൊ അതിനകത്ത് ഒരുപാട് പാരാമീറ്റേഴ്സ് കൊടുത്തിട്ടുണ്ട്: കളർ, ട്യൂബിഡിറ്റി, pH, ടോട്ടൽ ഹാർഡ്നെസ്, അങ്ങനെ ഒരുപാട് പെസ്റ്റിസൈഡ്സ്, റേഡിയോ ആക്റ്റീവ് മെറ്റീരിയൽസ് വരെ എത്ര എമൗണ്ടിൽ വാട്ടറിൽ കാണപ്പെടാം
അല്ലെങ്കിൽ ഇത്ര എമൗണ്ടിൽ കൂടുതലായാൽ നമുക്ക് എല്ലാവർക്കും ദോഷമാണ്. ഹ്യൂമൻ ഹെൽത്തിനാവട്ടെ, പ്ലാന്റ്സിന്, ആനിമൽസിനാവട്ടെ, ഓർഗാനിസംസിനാവട്ടെ, എല്ലാവർക്കും അത് അഫക്റ്റ് ചെയ്യും. അപ്പൊ അഫക്റ്റ് ചെയ്യാത്ത ഒരു രീതിയിൽ എത്ര സ്റ്റാൻഡേർഡ് എമൗണ്ടിൽ അത് വാട്ടറിൽ കാണപ്പെടാം, എത്ര ടൈമിൽ എന്നുള്ളത് കറക്റ്റ് ആയിട്ട് ഈ IS 10500 നമുക്ക് പറഞ്ഞു തരുന്നു. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ കളർ നോക്കിക്കേ, അതിന്റെ റിക്വയർഡ് ഡിസൈറബിൾ ലിമിറ്റ് എന്ന് പറയുന്നത് 5 ആണ്. ഓക്കെ, അതേപോലെ ടേബിലിറ്റിക്ക് pH 6.5 to 8.5 വരെ ആകാവുള്ളൂ. സോ ഈ രീതിയിലാണ് നമ്മൾ അതിന്റെ വാല്യൂസ് പഠിക്കേണ്ടത്. അപ്പോൾ പാരാമീറ്റേഴ്സും എത്ര വരെ ലിമിറ്റ് ആവാം എന്നുള്ള വാല്യൂസും പഠിച്ചു വെക്കേണ്ടത് അത്യാവശ്യമാണ്. ഓക്കെ, ഇനി ഇതുപോലെ തന്നെ നമുക്ക് എയറിന്റെ സ്റ്റാൻഡേർഡ്സ് നോക്കാം. അപ്പൊ എയറിനകത്ത് എയർ പൊല്യൂട്ടൻസ് ഏതൊക്കെയാണെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. സൾഫർ ഡയോക്സൈഡ്, നൈട്രജൻ ഓക്സൈഡ്സ്, പിന്നെ സസ്പെൻഡഡ് പാർട്ടിക്കിൾസ് SPM, അതുപോലെ പാർട്ടിക്കുലേറ്റ് മാറ്റേഴ്സ് 2 സൈസിൽ നമ്മൾ പഠിച്ചു. ലെസ് ദാൻ 10 പിന്നെ 2.5 നമ്മൾ പഠിച്ചു. ലെഡ് ഉണ്ട്, കാർബൺ മോണോക്സൈഡ്. സോ ഇത്രയും പൊല്യൂട്ടന്റിന്റെ കോൺസെൻട്രേഷൻ എത്ര ആവാം എന്നുള്ളതാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അത് ആനുവൽ റേറ്റും കൊടുത്തിട്ടുണ്ട്, 24 hours എത്ര ആവാമെന്നും കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ആംബിയന്റ് എയറിന്റെ കോൺസെൻട്രേഷൻ ഇൻഡസ്ട്രിയൽ ഏരിയയിൽ, റെസിഡൻഷ്യൽ റൂറൽ ഏരിയാസിൽ, അതേപോലെ വളരെ സെൻസിറ്റീവ് ആയിട്ടുള്ള ഏരിയാസിൽ എത്രയാവാം. സെൻസിറ്റീവ് ഏരിയാസ് എന്ന് പറയുമ്പോൾ ഈ ഹോസ്പിറ്റൽ പോലെയുള്ള ഇടങ്ങൾ. അപ്പം എത്രയാണെന്നുള്ളതും വാല്യൂസ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ വാല്യൂസ് ഒക്കെ പഠിക്കേണ്ടതാണ്. ഈ ടാബ്ലർ കോളം എല്ലാം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സ്റ്റാൻഡേർഡ്സിന്റെ ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ ടാബ്ലർ കോളം ഇസ് ദി മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ്. ഓക്കെ, ഇതുപോലെ തന്നെ നോയ്സിന്റെയും കൊടുത്തിട്ടുണ്ട്. ഇത് പക്ഷേ നമ്മൾ ഓൾറെഡി നോയ്സ് പൊല്യൂഷന്റെ മൊഡ്യൂളിനകത്ത് പഠിച്ചിട്ടുള്ളതാണ്. പല ഏരിയാസ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട് അല്ലെ. ABCD, A എന്ന് പറയുന്ന ഇൻഡസ്ട്രിയൽ ഏരിയാസ് ആണ്, കാറ്റഗറീസ് ആണ്. B എന്ന് പറയുന്നത് കൊമേഴ്ഷ്യൽ ഏരിയ, C റെസിഡൻഷ്യൽ ഏരിയ ആൻഡ് D സൈലന്റ് സോൺ. ഓക്കെ, അതായത് കോർട്ട് പോലെയുള്ള ഇടങ്ങളിൽ. അത്തരം ഏരിയാസിൽ എത്ര ഡെസിബൽ വരെ നോയിസ് ആവാം. ഡേ ടൈമിൽ ഇത്രയാണ്, 75 ഡെസിബൽ, 65 അങ്ങനെ കൊടുത്തിട്ടുണ്ട്. നൈറ്റ് ടൈമിൽ എത്രയാണെന്നുള്ളത്. അപ്പൊ ഇതിൽ കൂടുതലാണെങ്കിൽ പ്രശ്നമാണ്, അത് ലോയ്ക്ക് എതിരാണ്. അപ്പോൾ ആക്ഷൻസ് വിൽ ബി ടേക്കൺ. അപ്പൊ ഈ രീതിയിൽ ഈ 3 ടാബ്ലോ കോളവും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കണം. ഓക്കെ, ഇനി ഇത്രയേ ഉള്ളൂ നമ്മുടെ സ്റ്റാൻഡേർഡ്സിന്റെ കാര്യം. ഇനി നമ്മൾ എൻവയോൺമെന്റൽ മാനേജ്മെന്റ് പ്ലാൻ എന്താണെന്നാണ് നോക്കാൻ പോകുന്നത്. അപ്പൊ നമുക്ക് വ്യക്തമായിട്ട് അറിയാം, ഒരു പ്രോജക്റ്റിന്റെ കമ്മീഷനിങ്ങിന് മുമ്പും അത് കഴിഞ്ഞിട്ടും, ഡ്യൂറിങ് ആൻഡ് ആഫ്റ്റർ, മുമ്പും അത് കഴിഞ്ഞിട്ടും ഈ ഒരു എൻവയോൺമെന്റൽ പ്രൊട്ടക്ഷൻ മെഷേഴ്സ് ഫോമുലേറ്റ് ചെയ്യുന്നതും ഇംപ്ലിമെന്റ് ചെയ്യുന്നതും മോണിറ്റർ ചെയ്യുന്നതും ഒക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, അപ്പം അത് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ എൻവയോൺമെന്റൽ മാനേജ്മെന്റ് പ്ലാൻ തയ്യാറാക്കുന്നത്. അപ്പൊ ഈ പ്ലാൻ പടി നമുക്ക് മനസ്സിലാക്കാം, ഒരു ഇപ്പൊ ഒരു പ്രപ്പോസ്ഡ് പ്ലാനിന് വേണ്ടിയിട്ട് എന്തെങ്കിലും അവിടെ ഒരു നോയിസ് പൊല്യൂഷനോ അല്ലെങ്കിൽ എയർ റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും പൊല്യൂഷനോ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ അതിന് വേണ്ടിയിട്ട് എന്തൊക്കെ മെഷേഴ്സ് ആണ് നമ്മൾ എടുക്കുന്നതെന്ന് എല്ലാം വ്യക്തമായിട്ട് ഐഡിയ കിട്ടുന്നത് ഈ എൻവയോൺമെന്റൽ മാനേജ്മെന്റ് പ്ലാനിലൂടെയാണ്. അപ്പോൾ ഒരു പ്രോജക്റ്റ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആ പ്രോജക്റ്റിന്റെ വേരിയസ് സ്റ്റേജസിൽ കംപ്ലീഷന്റെ പല സ്റ്റേജസിലായിട്ട് എൻവയോൺമെന്റിനെ നമ്മൾ പ്രൊട്ടക്ട് ചെയ്യുന്നുണ്ടോ ഇല്ലയോ, അതിന് സേഫ് ഗാർഡ് മെത്തേഡ്സ് എടുക്കുന്നുണ്ടോ എന്ന് മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഓരോ ടൈമും ഈ എൻവയോൺമെന്റൽ മാനേജ്മെന്റ് പ്ലാൻ പ്രാവർത്തികമാക്കുന്നുണ്ട്. ഇപ്പോൾ പ്രോജക്റ്റിന്റെ വേരിയസ് സ്റ്റേജസിൽ കൺസിഡർ ചെയ്യുന്ന എൻവയോൺമെന്റൽ ആസ്പെക്ട്സ് ഏതൊക്കെയാണെന്നാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ആദ്യത്തത് കോൺസെപ്ച്വലൈസേഷൻ. അപ്പോൾ നമ്മളൊരു പ്രോജക്റ്റ് തുടങ്ങുന്നതിന് മുമ്പായിട്ട് നമുക്കൊരു പ്രിലിമിനറി അസസ്മെന്റ് വേണം അല്ലെ. എൻവയോൺമെന്റിൽ ഉണ്ടാവുന്ന ചേഞ്ചസ് അതെങ്ങനെയൊക്കെ മാറാം, ഈ ഒരു പ്രോജക്റ്റ് വരുന്ന കാരണം എന്തൊക്കെ ഇമ്പാക്ട്സ് ഉണ്ടാവും, നമ്മളെല്ലാം അത് ഫസ്റ്റ് മൊഡ്യൂളിൽ പഠിച്ചിരുന്നു. അപ്പൊ അതാണ് ആദ്യത്തത്. ഇനി രണ്ടാമത്തെ സ്റ്റേജ് എന്ന് പറയുന്നത് പ്ലാനിങ് ആണ്. അപ്പോൾ ഇപ്പൊ നമ്മൾ ആദ്യത്തെ സ്റ്റേജിൽ എന്തൊക്കെയാണ് എൻവയോൺമെന്റൽ ഇമ്പാക്ട്സ് ഉണ്ടാവുന്നത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കി. ഇനി അതിനെപ്പറ്റിയുള്ള ഡീറ്റെയിൽഡ് ആയിട്ടുള്ള സ്റ്റഡിയാണ്. സ്റ്റഡി ചെയ്യുന്നത് മാത്രമല്ല, ആ സ്റ്റഡി ചെയ്ത് അതിന് എന്തൊക്കെ മെഷേഴ്സ് നമുക്ക് എടുക്കാൻ പറ്റും, സേഫ് ഗാർഡ് മെത്തേഡ്സ് എന്തൊക്കെ എടുക്കാൻ പറ്റും എന്നുള്ളതിനെ പറ്റി ഒരു ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ അതിനെപ്പറ്റി പഠിച്ചത് ഡിസൈൻ ചെയ്യുന്നു. എന്തൊക്കെ മെഷേഴ്സ് എടുക്കണം എന്നുള്ളത് പ്ലാൻ ചെയ്യുന്നു. ആദ്യത്തിൽ അസസ് ചെയ്യുന്നു, രണ്ടാമത്തതിൽ ആ അസസ് ചെയ്ത് ആ ഇമ്പാക്ട്സ് ഏതൊക്കെയാണെന്ന് കണ്ടുപിടിച്ച് അതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്നു. എന്നിട്ട് അതിന്റെ മെഷേഴ്സ് നമ്മൾ അതിന്റെ മെഷേഴ്സ് ഡിസൈൻ ചെയ്യുന്നു. മൂന്നാമത്തത് എക്സിക്യൂഷൻ. അപ്പൊ നമുക്ക് മനസ്സിലായി അവിടെ എന്തെങ്കിലും മെഷേഴ്സ് നമ്മൾ എടുക്കണം എന്നുള്ളത് മനസ്സിലായി. പെട്ടെന്നൊരു ഭയങ്കര എയർ പൊല്യൂഷൻ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്, അല്ലെങ്കിൽ സോളിഡ് വേസ്റ്റ് പൊല്യൂഷൻ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അപ്പൊ അതിനെ എങ്ങനെ അത് മറികടക്കാം എന്നുള്ളതിന്റെ സേഫ്റ്റി മെഷേഴ്സ് നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്യുന്നതാണ് അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത്, എക്സിക്യൂഷൻ. ഓക്കെ, ആൻഡ് ലാസ്റ്റ് ഓപ്പറേഷൻ.
ഓപ്പറേഷൻ എന്ന് പറയുമ്പോൾ ത്രൂ ഔട്ട് ദി പ്രോജക്റ്റ് നമ്മൾ ആ മെഷേഴ്സ് എടുക്കുന്നതോടൊപ്പം ഈ ഇമ്പാക്ട്സിന്റെ ആ ഒരു ആഴം അല്ലെങ്കിൽ ആ ഒരു ഇമ്പാക്റ്റ് കുറയുന്നുണ്ടോ എന്നുള്ളത് നമ്മൾ ത്രൂ ഔട്ട് മോണിറ്റർ ചെയ്യുന്നതാണ് ഈ ഒരു ഓപ്പറേഷൻ സ്റ്റെപ്പ്. ഓക്കെ, നമ്മൾ എടുത്ത മെഷേഴ്സ് എത്രമാത്രം എഫക്റ്റീവ് ആണ് എന്ന് മനസ്സിലാക്കുന്ന സ്റ്റെപ്പാണ് ഓപ്പറേഷൻ. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് പ്രോജക്റ്റിന്റെ വേരിയസ് സ്റ്റെപ്സ്. അപ്പോൾ ഈ മാനേജ്മെന്റ് പ്ലാൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ മെയിൻലി 2 കാര്യങ്ങളാണ് കൺസിഡർ ചെയ്യുന്നത്. ഒന്ന്, നമ്മുടെ റിസോഴ്സസ്, പലതരത്തിലുള്ള റിസോഴ്സസ്, ഇപ്പോൾ എയർ, വാട്ടർ, സോയിൽ എന്തോ ആവട്ടെ അതെല്ലാത്തിനെയും നമ്മൾ കൺസേർവ് ചെയ്യുന്നു. അതുപോലെ പൊല്യൂഷൻ അബേറ്റ്മെന്റ്, അല്ലെ, പൊല്യൂഷൻ ഇല്ലാതാക്കുന്നു. അപ്പോൾ ഈ 2 കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്ന കുറച്ച് ഫാക്ടേഴ്സ് എന്തൊക്കെയാണ് നമ്മൾ ഈ എൻവയോൺമെന്റൽ മാനേജ്മെന്റ് പ്ലാൻ ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ പ്ലാൻ ഇടാൻ വേണ്ടിയിട്ട് നോക്കുന്നത്, മുൻതൂക്കം കൊടുക്കുന്നത്, അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഇവിടെ ലിസ്റ്റ് ചെയ്തിരിക്കുന്നത്. അപ്പൊ ജസ്റ്റ് ഓരോന്നൊന്ന് പറഞ്ഞു പോവാം. ആദ്യത്തത് ലിക്വിഡ് എഫ്ലുവൻസ് ആണ്. നമുക്കറിയാം ഒരുപാട് എഫ്ലുവൻസ്, ഇൻഡസ്ട്രിയൽ എഫ്ലുവൻസ് റിവറിലോട്ടൊക്കെ ഒഴുക്കി വിടുന്നുണ്ട്. പക്ഷെ അത് അങ്ങനെ ഒഴുക്കി വിടുന്നതിന് മുമ്പായിട്ട് നമ്മുടെ സെൻട്രൽ സ്റ്റേറ്റ് വാട്ടർ പൊല്യൂഷൻ കൺട്രോൾ ബോർഡിന്റെ ലോ പ്രകാരം അതിന് ഒരു പർട്ടിക്കുലർ സ്റ്റാൻഡേർഡ് കീപ്പ് ചെയ്തെങ്കിൽ മാത്രമേ നമുക്കത് ആ വെള്ളം വെളിയിലേക്ക് ഒഴുക്കി വിടാൻ പെർമിഷൻ ഉള്ളൂ. അപ്പൊ അതൊരു ചെറിയ രീതിയിലെങ്കിലും അത് ആദ്യം ട്രീറ്റ് ചെയ്യണം, അല്ലെ? അതേപോലെ ഈ ഫ്ലൂയിഡ്സ് നമ്മൾ ഒഴുക്കി വിട്ടതിന് ശേഷം ഈ എഫ്ലുവൻസ് മണ്ണിലേക്ക് കടന്നു ചെല്ലുമ്പോൾ നിങ്ങൾക്കറിയാം പെർക്കുലേഷൻ അത് ഭയങ്കരമായിട്ട് ഇൻഫിൽട്രേറ്റ് ചെയ്ത് ആ ഡീപ്പ് അണ്ടർഗ്രൗണ്ടിലോട്ട് പെർക്കുലേറ്റ് ചെയ്ത് ഗ്രൗണ്ട് വാട്ടർ വരെ എത്തിച്ചേരാനും അതിനെ കണ്ടാമിനേറ്റ് ചെയ്യാനും ഉള്ള സാധ്യതയുണ്ട്. അപ്പൊ അതിനു വേണ്ടിയിട്ടും കൂടെ പഠിക്കേണ്ടതായിട്ടുണ്ട്, അല്ലെ? അപ്പൊ അതാണ് ആദ്യത്തെ പോയിന്റിനകത്ത് എക്സ്പ്ലെയിൻ ചെയ്യേണ്ടത്. അപ്പൊ അങ്ങനെ നേരിടുന്നതായിട്ടുള്ള പ്രശ്നങ്ങൾക്ക് നമ്മൾക്ക് ഒരു പ്രിക്കോഷൻ സ്റ്റെപ്പ് അല്ലെങ്കിൽ സ്പെഷ്യൽ പ്രിക്കോഷൻസ് എടുക്കണം എന്നുള്ളത് അത്യാവശ്യമാണ്. രണ്ടാമത്തത് എയർ പൊല്യൂഷൻ. എയർ പൊല്യൂഷനെ പറ്റിയൊക്കെ നമ്മൾ ഒരുപാട് പഠിച്ചതാണ്. അപ്പം ഈ നേരത്തെ പറഞ്ഞ പോലെ തന്നെ സെൻട്രൽ അല്ലെങ്കിൽ സ്റ്റേറ്റ് ബോർഡിന്റെ സ്റ്റാൻഡേർഡ്സ് കീപ്പ് ചെയ്തിട്ട് മാത്രമേ നമുക്ക് പല ഇൻഡസ്ട്രീസിൽ നിന്നും ഈ സ്റ്റാക്ക് വഴി അല്ലെങ്കിൽ പുകക്കുഴല് വഴി നമുക്ക് ആ പൊല്യൂട്ടൻസ്, എമിഷൻസ് പുറത്തോട്ട് കടത്തിവിടാനായിട്ട് പറ്റത്തുള്ളൂ. അപ്പൊ എമിഷൻ ലെവൽ ഓഫ് പൊല്യൂട്ടൻസ് അത്യാവശ്യം അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ്. ഒരുപാട് എമിഷൻസ് കൂടുതലാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഭയങ്കര ടോക്സിക് ആയിട്ടുള്ള ഫ്യൂംസ് ആണ് പുറത്തേക്ക് വരുന്നതെങ്കിൽ അതിനുള്ള അഡിക്വേറ്റ് കൺട്രോൾ എക്യുപ്മെന്റ് അല്ലെങ്കിൽ മെഷേഴ്സ് എടുക്കേണ്ടതും അത്യാവശ്യമാണ്. മൂന്നാമത്തത് സോളിഡ് വേസ്റ്റ് ആണ്. നമ്മൾ എയർ പൊല്യൂട്ടൻസിന്റെ കാര്യം പറഞ്ഞ പോലെ തന്നെ സോളിഡ് വേസ്റ്റും മണ്ണിലേക്ക് കടന്നു ചെന്നാൽ അത് ഭയങ്കരമായിട്ട് പെർക്കുലേറ്റ് ചെയ്ത് ഡീപ്പ് അണ്ടർഗ്രൗണ്ട് വരെ അല്ലെങ്കിൽ ഗ്രൗണ്ട് വാട്ടർ റിവറിലും ലേക്കിലും ഒക്കെ എത്തിപ്പെടാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ വേസ്റ്റ് ഡിസ്പോസ് ചെയ്യുന്നത് വളരെയധികം പ്ലാൻഡ് ആയിരിക്കണം. അത് വില്ലേജസിലാണെങ്കിലും ടൗൺസിലാണെങ്കിലും ഒക്കെ പ്ലാൻ ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് നല്ല രീതിയിൽ സോളിഡ് വേസ്റ്റ് ഡിസ്പോസ് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. അതേപോലെ ഈ സോളിഡ് വേസ്റ്റിനകത്ത് റിയാക്റ്റീവ് ആയിട്ടുള്ള മെറ്റീരിയൽസ് ഉണ്ടെങ്കിൽ അത് ആദ്യം നീക്കം ചെയ്യണം. അങ്ങനെ നമ്മൾ കൺട്രോൾ മെഷേഴ്സ് എടുക്കുന്നതിലൂടെ ഒരു ബെറ്റർ ലാൻഡ്സ്കേപ്പ് നമുക്ക് കിട്ടുകയും അതോടൊപ്പം ഹെൽത്ത് സംബന്ധമായിട്ടുള്ള കാര്യങ്ങളിൽ നിന്ന് നമുക്ക് മാറി നിൽക്കാനും സാധിക്കും. അടുത്തത് നോയ്സ് ആൻഡ് വൈബ്രേഷൻ ആണ്. നോയ്സ് പൊല്യൂഷനെ പറ്റി നമ്മൾ കൂടുതൽ പഠിച്ചതാണ്. അതിന്റെ അഡിക്വേറ്റ് മെഷേഴ്സ് കൺട്രോൾ ചെയ്യാനായിട്ട്, നോയ്സ് കൺട്രോൾ ചെയ്യാൻ വേണ്ടി എന്തൊക്കെ മെഷേഴ്സ് ആണ് എടുക്കേണ്ടതെന്നും നമ്മൾ പഠിച്ചു കഴിഞ്ഞു. അടുത്തത് ഒക്യുപേഷണൽ സേഫ്റ്റി ആൻഡ് ഹെൽത്ത്. നമ്മളിപ്പോൾ ഒരു ഇൻഡസ്ട്രിയിൽ വർക്ക് ചെയ്യുവാണെങ്കിലും അത്യാവശ്യം വേണ്ടുന്ന ഹെൽത്ത് സ്റ്റാൻഡേർഡ്സ് നമ്മൾ കീപ്പ് ചെയ്യണം. ഒക്യുപേഷണൽ സേഫ്റ്റി നമ്മൾ പാലിച്ചിരിക്കണം. നല്ല നോയ്സ് ഒക്കെ വരുന്ന ഏരിയാസിലാണ് വർക്ക് ചെയ്യുന്നതെങ്കിൽ നമുക്കറിയാം ഇയർ മഫ്സ് അല്ലെങ്കിൽ ഇയർ പ്ലഗ്സ് ഒക്കെ യൂസ് ചെയ്തിട്ടാണ് വർക്ക് ചെയ്യേണ്ടത്, അല്ലെ? അപ്പൊ അതിന്റെ മെഷേഴ്സ് എല്ലാം തന്നെ എടുത്തിട്ട് നമ്മൾ വർക്ക് ചെയ്യണം. പിന്നീട് ശരിക്കും ഈ ഒരു എൻവയോൺമെന്റ് മാനേജ്മെന്റ് പ്ലാൻ പ്രകാരം ഇതൊക്കെ വർക്കേഴ്സിന് പ്രൊവൈഡ് ചെയ്യുന്നുണ്ടോ, ഇതൊക്കെ പാലിക്കപ്പെടുന്നുണ്ടോ എന്നുള്ളതാണ് നോക്കുന്നത്. ഓക്കെ, 6th വൺ, പ്രിവെൻഷൻ, മെയിൻ്റെനൻസ് ആൻഡ് ഓപ്പറേഷൻ ഓഫ് എൻവയോൺമെന്റൽ കൺട്രോൾ സിസ്റ്റംസ്. ഇതും തൊട്ട് മുമ്പ് പറഞ്ഞ പോലെ തന്നെ ഏതൊരു വർക്കിൽ ഏർപ്പെടുമ്പോഴും അതിൻ്റെതായിട്ടുള്ള അഡിക്വേറ്റ് സേഫ്റ്റി പ്രിക്കോഷൻസ് എടുത്തിരിക്കേണ്ടത് ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പൊ ഹൈലി ടോക്സിക് ആയിട്ടുള്ള കോമ്പൗണ്ട്സ് ഒക്കെ മാനേജ് ചെയ്യുമ്പോഴും ഒക്കെ നമ്മൾ അതിന്റെ മെഷേഴ്സ് എടുത്തിരിക്കണം. ഓക്കെ, പിന്നെ ഹൗസ് കീപ്പിംഗ്. ഇപ്പോൾ ഒരു ഇൻഡസ്ട്രി ബിൽഡിങ്ങിൽ എടുത്താലും നമ്മളിപ്പോൾ എന്തെങ്കിലും മാനുഫാക്ചറിങ്ങും ഒക്കെ ചെയ്യുന്ന ഒത്തിരി പ്രോഡക്ട്സ് ഹാൻഡിൽ ചെയ്യുന്ന ഇൻഡസ്ട്രി ആണെന്നുണ്ടെങ്കിൽ ആ ഉൾവശം എല്ലാം നല്ല പ്രോപ്പർ ക്ലീൻലിനെസ്സോടെ നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്ത് വെക്കേണ്ടതും ഇമ്പോർട്ടൻ്റ് ആണ്. അതും ഈ എൻവയോൺമെന്റൽ മാനേജ്മെന്റ് പ്ലാനിൽ പെടുന്ന ഒന്നാണ്. കാരണം പ്രോപ്പറായിട്ട് അറേഞ്ച് ചെയ്തിട്ടില്ല, ക്ലീൻ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് കാരണം ഉണ്ടാകുന്ന ഭവിഷ്യത്തുകൾ വലുതായിരിക്കും. ഇപ്പോൾ ഒത്തിരി ഹാർംഫുൾ ആയിട്ടുള്ള കെമിക്കൽസ് ഒക്കെ മാനേജ് ചെയ്യുമ്പോൾ ഒട്ടും കെയർ ഇല്ലാതെ ഒരു സ്ഥലത്ത് എല്ലാം കൂട്ടിയിട്ടേക്കുവാണെന്നുണ്ടെങ്കിൽ അത് വർക്കേഴ്സിനും ആ നാട്ടുകാർക്കും തന്നെ വളരെ ദോഷമാണ്, അല്ലെ? ഇനി ഹ്യൂമൻ സെറ്റിൽമെന്റ്സ്. നമുക്കറിയാം റെസിഡൻഷ്യൽ കോളനീസ് ഒക്കെ എപ്പോഴും ലൊക്കേറ്റ് ചെയ്യുന്നത് ഈ സോളിഡ് ആൻഡ് ലിക്വിഡ് വേസ്റ്റ് ഡംപിങ് ഏരിയാസിൽ നിന്ന് കുറേയൊക്കെ മാറി തന്നെയാണ്.
അപ്പോൾ നമ്മളിപ്പോൾ ഒരു വീട് വാങ്ങിക്കുവാണെങ്കിലും അവിടുത്തെ ആ ഒരു എൻവയോൺമെന്റൽ കണ്ടീഷൻസും സറൗണ്ടിങ്സും ഒക്കെ നോക്കിയിട്ട് മാത്രമേ നമ്മളത് ചെയ്യാറുള്ളൂ. കാരണം ഫ്യൂച്ചറിൽ ഉണ്ടാവാവുന്ന പ്രശ്നങ്ങളിൽ നിന്ന് നമുക്ക് മാറി നിൽക്കണം അല്ലെ. ഇപ്പൊ എയർ പൊല്യൂഷൻ ആവട്ടെ, നോയിസ് പൊല്യൂഷൻ ആവട്ടെ. സോ അങ്ങനെയുള്ള ഏരിയാസിലൊന്നും നമ്മൾ പോയി സ്ഥലം വാങ്ങാറില്ല. അപ്പൊ ഇത് ഞാനൊരു സിമ്പിൾ റെസിഡൻഷ്യൽ ബിൽഡിങ്ങിനെ പറ്റി പറഞ്ഞതാണ്. അപ്പൊ അത് ഏതൊരു വലിയ ബിൽഡിംഗ് ആണെങ്കിലും നമ്മൾ ഇത്തരം കാര്യങ്ങളൊക്കെ നോക്കിയിട്ടാണ് സെറ്റിൽമെന്റിന് വേണ്ടിയിട്ട് ചിന്തിക്കാറുള്ളത്. പിന്നെ ട്രാൻസ്പോർട്ട് സിസ്റ്റംസ്. ഇപ്പോൾ ഒരു സ്ഥാപനം അവിടെ വരുവാണ്, ഒരു പർട്ടിക്കുലർ സ്ഥലത്ത് വരുവാണെന്നുണ്ടെങ്കിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വേണ്ടുന്നത് പാർക്കിംഗ് പ്ലേസസ് ആണ്. ഈ പാർക്കിംഗ് ലോട്ട്സ് കറക്റ്റ് ആയിട്ട് ഉണ്ടാവണം. എങ്കിലേ വലിയ വണ്ടികൾ മുതൽ ചെറിയ വണ്ടികൾ വരെ നമുക്ക് നല്ല രീതിയിൽ അറേഞ്ച് ചെയ്യാനായിട്ട് സാധിക്കത്തുള്ളൂ. അത് ട്രക്സ് ആവട്ടെ, മറ്റുള്ള വെഹിക്കിൾസ് ആവട്ടെ, ഈ ഇൻഡസ്ട്രിയൽ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഇൻഡസ്ട്രീസിലോട്ട് കടന്നു വരുന്ന വെഹിക്കിൾസ് ആവട്ടെ. അപ്പം റോഡൊന്നും ബ്ലോക്ക് ചെയ്യാതെ, കൺജഷൻ ഒന്നും ഇല്ലാതെ നല്ല രീതിയിൽ കൊണ്ടുവരാനായിട്ട് സാധിക്കണം. അപ്പം അതിന് വേണ്ടിയിട്ട് നല്ലൊരു ട്രാൻസ്പോർട്ട് സിസ്റ്റം അത്യാവശ്യമാണ്. ഇപ്പോൾ പ്രോപ്പർ ആയിട്ടുള്ള ട്രാൻസ്പോർട്ട് സിസ്റ്റം ഇല്ലെങ്കിൽ ഈ കെമിക്കൽസ് ഒക്കെ കൊണ്ടുവരുന്ന വണ്ടിയിൽ നിന്ന് സ്പില്ലേജോ അങ്ങനെയൊക്കെ ഉണ്ടാവുകയെന്നുണ്ടെങ്കിൽ ദാറ്റ് ക്യാൻ ലീഡ് ടു ആക്സിഡൻസ്. അപ്പോൾ റോഡ് ആക്സിഡൻസ് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് പ്രോപ്പർ ആയിട്ടുള്ള റോഡ് സേഫ്റ്റി സൈൻസ് അല്ലെങ്കിൽ സിംബൽസ് എല്ലാം തന്നെ നമ്മൾ എല്ലായിടത്തും വെച്ചിരിക്കേണ്ടതും അത്യാവശ്യമാണ് ഒരു ഇൻഡസ്ട്രിയൽ ബിൽഡിംഗ് കെട്ടുമ്പോൾ. ഓക്കെ, അടുത്തത് റിക്കവറി റീയൂസ് ഓഫ് വേസ്റ്റ് പ്രോഡക്ട്സ്. വേസ്റ്റ് മെറ്റീരിയൽസിന്റെ അല്ലെങ്കിൽ സോളിഡ് വേസ്റ്റിന്റെ റീസൈക്കിളിനെ പറ്റി നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പൊ അതിനു വേണ്ടിയിട്ടുള്ള എഫേർട്ടും കൂടെ എല്ലാവരും മുന്നോട്ട് കൊണ്ടുവരണം. ഇപ്പൊ നമുക്കറിയാം, ലിക്വിഡ് വേസ്റ്റ് തന്നെ എടുക്കുക, ലിക്വിഡ് എഫ്ലുവൻസ് തന്നെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അത് ട്രീറ്റ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ഇറിഗേഷൻ പർപ്പസിന് വേണ്ടിയിട്ട് പ്ലാന്റ്സിന് ഫീൽഡിലോട്ടൊക്കെ ഒഴുക്കി വിടാനായിട്ട് സാധിക്കും. അപ്പൊ അങ്ങനെയൊക്കെ നമുക്ക് ഓരോ കാര്യങ്ങൾ റീയൂസ് ചെയ്യുകയും റിക്കവർ ചെയ്യുകയും ചെയ്യാം. പിന്നീട് വെജിറ്റൽ കവർ. ഒരു ഇൻഡസ്ട്രിയൽ ബിൽഡിംഗ് വരുമ്പോൾ അതിന്റെ പ്രിമിസസിലൊക്കെ എന്തെങ്കിലും പ്ലാന്റോ അല്ലെങ്കിൽ എന്തെങ്കിലും വെജിറ്റൽ കവറോ ഒക്കെ നട്ടു വളർത്തുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ ഇത് കാരണം ഒത്തിരി എയർ പൊല്യൂഷൻ തടയാൻ പറ്റും, നോയിസ് പൊല്യൂഷൻ കുറയ്ക്കാൻ പറ്റും. ഓക്കെ, അപ്പം ഇത് വെജിറ്റൽ കവർ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. പിന്നീട് ഡിസാസ്റ്റർ പ്ലാനിങ്. ഇപ്പോൾ ഒരു ഇൻഡസ്ട്രിയിൽ പെട്ടെന്നുണ്ടാവുന്ന ഫയർ, എക്സ്പ്ലോഷൻ, സഡൻ ലീക്കേജ്, ഇതൊക്കെ ഗ്യാസിന്റെ ലീക്കേജ്, ഇതൊക്കെ തടയണമെന്നുണ്ടെങ്കിൽ അവിടെ ഒരു പ്രോപ്പർ ഡിസാസ്റ്റർ പ്ലാനിങ് തന്നെ ഉണ്ടായിരിക്കണം. കാരണം അത്തരത്തിലുള്ള ഒരു എമർജൻസി സിറ്റുവേഷൻ വരുമ്പോൾ ഒരു ഹെൽപ്പ് വളരെ അത്യാവശ്യമാണ്. അതുകൊണ്ട് എല്ലാ ഇൻഡസ്ട്രീസിലും ഡിസാസ്റ്റർ പ്ലാനിങ് ഉണ്ടായിരിക്കണം. അത് മാത്രമല്ല, ഇപ്പം എന്തെങ്കിലും നാച്ചുറൽ കലാമിറ്റീസ് ആവട്ടെ, എർത്ത്ക്വേക്കോ ഫ്ലഡോ ഒക്കെ ആവട്ടെ, അങ്ങനെയുള്ള ടൈമിലും സേഫ്റ്റി അപ്ലയൻസസ് അത്യാവശ്യമായിട്ട് കരുതിയിരിക്കണം. ആൻഡ് അവസാനത്തത് എൻവയോൺമെന്റ് മാനേജ്മെന്റ് സെൽ. അപ്പോൾ എല്ലാ ഇൻഡസ്ട്രീസിലും ഇപ്പൊ അവരുടെ പ്രോജക്റ്റിന്റെ പ്ലാനിങ്ങും ഇംപ്ലിമെന്റേഷനും ഒക്കെ നടക്കുന്ന ടൈമിൽ അതിന്റെ പ്രവർത്തനങ്ങൾ മോണിറ്റർ ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ എൻവയോൺമെന്റൽ മാനേജ്മെന്റ് പ്ലാൻ ചെയ്യാൻ വേണ്ടിയിട്ട് റെസ്പോൺസിബിൾ ആയിട്ടുള്ള കുറച്ച് ആൾക്കാരെ ഒരു ടീമാക്കി ഫോം ചെയ്ത് നിർത്തുക അത്യാവശ്യമാണ്. അപ്പൊ അതിനാണ് ആ സെൽ എന്ന് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഒരു ഡിപ്പാർട്ട്മെന്റ് അതിനു വേണ്ടിയിട്ട് വേണം. എല്ലാ കാര്യങ്ങളും മോണിറ്റർ ചെയ്യാൻ വേണ്ടിയിട്ടും എൻവയോൺമെന്റിനെ സംബന്ധിക്കുന്നതായിട്ടുള്ള എന്തെങ്കിലും നാശനഷ്ടങ്ങൾ ഉണ്ടാവുകയാണെങ്കിൽ അതിന്റെ മാനേജ്മെന്റ് പ്ലാൻ ചെയ്യാൻ വേണ്ടിയിട്ടും ഒക്കെ വേണ്ടിയിട്ട് ഒരു ഡിപ്പാർട്ട്മെന്റ് അല്ലെങ്കിൽ ഒരു സെക്ഷൻ അല്ലെങ്കിൽ ഒരു സെല്ല് രൂപീകരിക്കുക എല്ലാ ഇൻഡസ്ട്രീസിലും അത്യാവശ്യമാണ്. അപ്പൊ ആ ഇൻഡസ്ട്രിയെ സംബന്ധിച്ചിടത്തോളം ഉള്ള എല്ലാ റെസ്പോൺസിബിലിറ്റിയും ഏറ്റെടുത്ത് ചെയ്യേണ്ടതും ഈ ഒരു സെല്ല് തന്നെയാണ്. ഓക്കെ, അപ്പോൾ എൻവയോൺമെന്റ് മാനേജ്മെന്റ് പ്ലാനിന് വേണ്ടിയിട്ട് നമ്മൾ ഇത്രയും ഫാക്ടേഴ്സ് ആണ് കൺസിഡർ ചെയ്യേണ്ടത്. ഓക്കെ.